ഇത് പാർലിക്കാട് നൈമിഷാരണ്യം. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ നടക്കുന്ന 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 23 വർഷമായി തുടർച്ചയായി ശ്രീമദ് ഭാഗവതത്തെ ആസ്പദമാക്കി ഭാഗവത തത്വസമീക്ഷാ സത്രം എന്നുള്ള രീതിയിലാണ് നടത്തി വരുന്നത്. ഈ വർഷമാണ് ഇതിനെ പരമതത്വ സമീക്ഷാ സത്രം എന്നുള്ള പേരിലാക്കിയത്. ഇപ്പോൾ വിവിധ ആചാര്യന്മാർ ശ്രീമദ് ഭാഗവതത്തിൻ്റെ തത്വത്തെ ആനുകാലിക പ്രസക്തിയോടെ സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വെങ്ങണിശ്ശേരി നാരായണാശ്രമ തപോവനം അധ്യക്ഷനായിട്ടുള്ള സംപൂജ്യ ഭൂമാനന്ദ തീർത്ഥജി മഹാരാജിൻ്റെയും വടക്കാഞ്ചേരി വ്യാസതപോവൻ ആശ്രമത്തിൻ്റെ അധിപതിയായിരുന്ന പുരുഷോത്തമാനന്ദ തീർത്ഥജി മഹാരാജും കൂടിയാണ് ഈ സത്രം ആരംഭിച്ചത്. വളരെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഭംഗിയായി നടന്നു വരുന്നു. വിവിധ ആചാര്യന്മാരുടെ പ്രഭാഷണത്തോടൊപ്പം കുട്ടികളിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മഹിമയെ അവരിൽ പ്രോജ്വലിപ്പിക്കുകയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു വർഷം 5000-ഓളം കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതായ സമൂഹ വിഷ്ണു സഹസ്രനാമ ജപം നടത്താറുണ്ട്. ഒപ്പം ഭാഗവതത്തെയും മറ്റ് കാര്യങ്ങളെയും ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കുള്ള ഭാഗവതോത്സവം എന്നുള്ള മത്സരങ്ങളും നടത്താറുണ്ട്. അവസാനം നാളെ അതിവിപുലമായ വിഷ്ണു സഹസ്രനാമ സാമൂഹ യജ്ഞം നടത്താറുണ്ട്. ദീപത്തിൽ എല്ലാവരും പങ്കെടുത്തുള്ള വിഷ്ണു സഹസ്രനാമ അർച്ചന എന്നുള്ള യജ്ഞത്തോടു കൂടിയാണ് ഇത് സമാപിക്കുക. 23 വർഷമായിട്ട് തുടർന്നു വരുന്ന ഒരു വലിയ യജ്ഞമാണ് ഇത്. മറന്ന കഥയെ വീണ്ടും ഇന്നത്തെ നിൽപ്പുള്ളതായി എന്ന് പറയാം. ഒരു ചുരകൻ ഒരു രാജകൊട്ടാരത്തിൽ രാജാവിനെ സേവിച്ച് ജീവിക്കുകയാണ്. ജീവിക്കുന്ന ചുരകന് ഇതിനാണ് കുറച്ചുകൂടി കിട്ടിയാൽ ഒരു തലമുടി കിട്ടിയാൽ തലമുടി സമ്പാദിക്കാം. അങ്ങനെ സമ്പാദിക്കുവാനായി അദ്ദേഹം വീണ്ടും ധനത്തെ കിട്ടുന്നത് മുഴുവൻ സമ്പാദിക്കുകയാണ്. മനുഷ്യന്റെ ചിന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ചിന്ത പ്രകൃതിയിൽ ഒരു തരംഗമൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നാം പോലും കാണാത്ത പലരും അത്തരം വാക്കുകളാൽ സ്വാധീനിക്കപ്പെടുന്നു. ഭാഗവതത്തിൽ ശൃംഗി എങ്ങനെയാണ് തക്ഷകന്റെ കടിയേറ്റ് പരീക്ഷിച്ച് മരണപ്പെടും എന്ന് ശപിച്ചപ്പോ തക്ഷകനെ കഴിക്കാൻ പ്രേരിപ്പിച്ചതല്ല. ശൃംഗി തക്ഷകന്റെ അടുത്ത് പോയി പറഞ്ഞു, തക്ഷകന് പരിചയമുള്ള ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തക്ഷകനോട് പോയി കടിക്കാൻ പറയണേ എന്ന് പറഞ്ഞു. എന്നാലല്ലേ തക്ഷകന് പോയി കടിക്കാൻ പറ്റൂ. തക്ഷകന് എങ്ങനെയാണ് ഉപാസന ചെയ്യുന്ന തപം ചെയ്യുന്ന വാക്കുകളെ നല്ലപോലെ ഉപാസിക്കുന്ന ഒരു വ്യക്തി, ആ തപസ്വിയുടെ വാക്കുകൾ ഈ പ്രപഞ്ചത്തിൽ വലിയ ഒരു തരംഗത്തെ സൃഷ്ടിക്കും. ആ വാക്കുകൾ ഏതൊരാളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണോ വാക്കുകളെ വൈഖരിയെ തപം ചെയ്യുന്ന ഋഷി പറഞ്ഞത്, ആ വാക്കുകൾ ഒരു തരംഗമായി അഷ്ടനാഗങ്ങളിൽ ഏറ്റവും പാപം പിടിച്ച തക്ഷകൻ വാസുകി എന്ന് പറയാമായിരുന്നു. അതിലും ഭയങ്കരന്മാരായിട്ടുള്ള ഏതെങ്കിലും ഒരു സർപ്പത്തിന്റെ പേര് പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. പറഞ്ഞത് തക്ഷകനെയാണ്. തക്ഷകൻ പാപം പിടിച്ചിട്ടുണ്ട്. പാപം പിടിച്ച ഈ പാമ്പിന് ഇങ്ങനെയാണ് പരീക്ഷത്തിനെ കൊല്ലണം എന്ന് വന്നത്. തപം ചെയ്യുന്ന ഋഷിയുടെ വാക്കുകളിൽ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയ ഒരു തരംഗം കൊണ്ട് ആ തരംഗം വന്ന് തക്ഷകനെ തട്ടണം. എനിക്ക് കടമുണ്ട്. ഞാൻ ഒഴിച്ച മറ്റെല്ലാ മനുഷ്യരോടും എനിക്ക് കടമുണ്ട്. ഈ 5 പ്രാപഞ്ചിക ശക്തികളോട്
പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഇവരോടൊക്കെയുള്ള കടം വീട്ടുക തന്നെ വേണം. വീട്ടിലേക്ക് അവരുടെ പ്രീതി നഷ്ടപ്പെടും, അനുഗ്രഹം നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിരവധി ചെയ്യേണ്ടി വരും. അവരുടെ പ്രീതി നഷ്ടപ്പെട്ടാൽ നമ്മുടെ കൈമുതലായ എന്തൊക്കെയുണ്ടോ അത് നശിക്കും. കാരണം ഈ പ്രകൃതി നിലനിൽക്കുന്നത് യജ്ഞത്തിലാണ്. യജ്ഞത്തിലാണ് ഈ പ്രകൃതിയുടെ നിലനിൽക്കുന്നത്. എല്ലാം അവനവന് വേണ്ടി സമ്പാദിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കുക, ഈ പ്രകൃതിയാണ് എനിക്ക് സർവസ്വം തന്നത്. ചിലപ്പോൾ ചോദ്യം ഉന്നയിക്കാൻ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അതെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ധനമല്ലേ? അതെ. പക്ഷെ നാം ശ്വസിക്കുന്ന വായു നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അല്ല. ഓരോ ദിവസവും നമ്മൾ എത്ര ആയിരക്കണക്കിന് രൂപയുടെ ഓക്സിജൻ ശ്വസിക്കുന്നു. ഈ ഓക്സിജൻ നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നു, ആ വെള്ളം ആരുണ്ടാക്കിയാണ്. നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സർവസ്വവും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും നാം ഉപയോഗിക്കുമ്പോൾ, നമ്മളെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നതിന് ഒരു ഭാഗം തിരിച്ച് കൊടുക്കട്ടെ. ഈ കൊടുക്കുന്നതാണ് ത്യാഗമാണ് യജ്ഞം. 1% മുതൽ 3% വരെ തനിക്ക് കിട്ടുന്നതിൽ നിന്ന് മാറ്റിവെച്ച് താൻ സ്വീകരിച്ച ഈ പ്രപഞ്ചത്തിന് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള മനുഷ്യൻ എല്ലാം എനിക്ക്. അങ്ങനെ വന്നപ്പോ ഈ 5 കടങ്ങളും വീട്ടാത്തത് കൊണ്ട് 5 പ്രാപഞ്ചിക ശക്തികളുടെ ആ പ്രീതി അനുഗ്രഹം നഷ്ടപ്പെട്ടപ്പോൾ നോക്കൂ, ഈ ബ്രാഹ്മണന്റെ വരുമാനം കുറഞ്ഞു. ഈ കൃഷിയും കച്ചവടവും കൊടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കൃഷി മുഴുവൻ നശിച്ചു. കച്ചവടത്തിൽ പറയുന്നതുപോലെയുള്ള വിൽപ്പനയിൽ വരുമാന മാർഗങ്ങൾ കുറഞ്ഞു. കൊണ്ടുവച്ച ഉൽപ്പന്നങ്ങളൊന്നും വിൽക്കാൻ പറ്റാതായി. അങ്ങനെ വന്നപ്പോൾ കൃഷിയും കച്ചവടത്തിലൂടെയും ധനം സമാഹരിച്ച വ്യക്തിക്ക് ഈ പ്രീതിയും അനുഗ്രഹവും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോ അത് രണ്ടും പോയി. പോരാ, ഇത്രയും കാലം നല്ല ആളുകളെ കൊണ്ട് കണക്കൊക്കെ ശരിയാക്കി ഗവൺമെന്റിന് ടാക്സ് വെട്ടിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ആ സമയത്തായിരുന്നു. അതുകൊണ്ട് കുറെ രാജാവ് കൊണ്ടുപോയി, കുറെ കള്ളന്മാർ കൊണ്ടുപോയി, കുറെ ബന്ധുക്കൾ കൊണ്ടുപോയി, പല പല രോഗപീഠകൾ കൊണ്ടു. രോഗപീഠ വരും, കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ വാങ്ങേണ്ടവർക്ക് വാങ്ങാനറിയാം. 5-ാം നിലയുടെ മുകളിൽ അങ്ങനെ സുഖമായി കുറെ ദിവസം ജീവിച്ചു. നല്ല AC മുറിയായിരുന്നു, സുഖമായിരുന്നു. എല്ലാം പോയി, കുറെ വൈദ്യുതി കൊടുത്തു. ഇങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് എന്താണോ ചെയ്യേണ്ടത് ആ യജ്ഞം അദ്ദേഹം ചെയ്യുന്നു. ഏതൊരു യജ്ഞം അനുഷ്ഠിച്ചാലാണോ ഉള്ളത് ഇരട്ടിയായി ലഭിക്കുക, ആ യജ്ഞത്തെ അനുഷ്ഠിക്കാതെ എല്ലാം ഇരിക്കി എന്ന് സമ്പാദിക്കാൻ ശ്രമിച്ചപ്പോ ഈ പ്രാപഞ്ചിക ശക്തികളുടെ പ്രീതി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് എല്ലാം പോയി. അങ്ങനെ പോയതിന്റെ കാരണം ധർമ്മം ശരിയായ വിധത്തിൽ ഉപയോഗിക്കാത്ത വ്യക്തിക്ക് അർത്ഥം സ്ഥിരമായിരിക്കില്ല. അദ്ദേഹത്തിന് കാമവും അനുഭവിക്കാൻ യോഗമുണ്ടാവില്ല. നമ്മളൊക്കെ ചിന്തിക്കാനുണ്ടാകുമോ എന്നറിയില്ല. ഭൂരിഭാഗം പേർക്കുണ്ടാകുന്ന പ്രശ്നം ഇത്തരത്തിലൊരു നഷ്ടം വന്നാൽ, കടം കയറിയാൽ, ഒന്നുമില്ലാതായാൽ, സർവസമ്പത്തും നശിച്ചാൽ ഒരു പിരി പോകാനാണ് സാധ്യത. ഇങ്ങനെ ആലോചിക്കാനുള്ള ഒരു മനസ്സുപോലും ഉണ്ടാവില്ല. പക്ഷെ ഈ ബ്രാഹ്മണന്, ഈ വിശുദ്ധന് ഈ ഒരു ഭാഗ്യം ഉണ്ടായി. അദ്ദേഹം ആലോചിച്ചു, എനിക്ക് എന്താണ് സംഭവിച്ചത്? ആലോചിച്ചാലല്ലേ ഉത്തരം കിട്ടും. ആലോചിക്കാനുള്ള സമയം നമുക്ക് ഈശ്വരൻ തരുന്നു. നമ്മളൊക്കെ എപ്പോ ആത്മഹത്യ ചെയ്തു? മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷമായോ വേദനയായോ ഏതായാലും അതിൽ ഉണ്ടാകും. ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ പൂർവാനുഭവമാണ് ഈ ഭിക്ഷുവായി തീരുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത് എനിക്ക് എന്താണ് സംഭവിച്ചത്. സമ്പന്നമായ ഒരു കുട്ടിക്കാലം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അവർ നാളെ ഏത് പ്രശ്നത്തെയും അവർ നേരിട്ടാൽ വിചാരിച്ചതുപോലെ ജീവിതം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ചിന്തയ്ക്ക് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ ഒരു പൂർവ്വ സംസ്കാരം ഉള്ളിലുണ്ടായാൽ മതി. പക്ഷെ ഉണ്ടോ? ഇന്നത്തെ കുട്ടികൾക്ക് സമ്പന്നമായ ഒരു കുട്ടിക്കാലം ആലോചിക്കാൻ അവന്റെ ഒരു നല്ല കാലം നമ്മൾ കൊടുക്കുന്നുണ്ടോ?
മറിച്ച് 4 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ പക്വതയുള്ളവരാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കുഞ്ഞിയെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരു നല്ല അച്ഛൻ, അമ്മ വേറെ. അവരിലൂടെ കിട്ടുന്ന കേൾക്കുന്ന നാമങ്ങൾ കേട്ടും വളർന്നും ഒരു സംസ്കാരം ഉള്ളിൽ കൊടുക്കട്ടെ. ഇത് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ മത്സരങ്ങളുടെ ലോകത്ത് നിനക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നീ ഇത് പഠിക്കൂ, ഇത് പഠിക്കൂ, ഇത് പഠിക്കൂ. ഭൗതികമായ നിരവധി സാഹചര്യങ്ങളെ കുറിച്ച് മാത്രം പറയുമ്പോൾ ആധ്യാത്മികവും നൈതികവും ധാർമ്മികവുമായ എത്ര കഥ പറയുന്നുണ്ട്. ഇതൊക്കെ കിട്ടിയാൽ സമ്പന്നമായ ഈ സംസ്കാരവും പേരുകളും കുട്ടിക്കാലമുണ്ടെങ്കിൽ ആ അദ്ദേഹം ഒരു ഡോക്ടറെ കാണാൻ ചെയ്തു. ഡോക്ടർ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, നോക്കൂ 20% കാഴ്ചയില്ലാതെ 80% കാഴ്ചയുണ്ട്. നിങ്ങൾ ഈ തുള്ളി മരുന്ന് ഒഴിക്കൂ. ആ 20% അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു സ്വാമിജി ഉണ്ട്. ആ സ്വാമിജിയുടെ അടുത്ത് ചെന്ന് സ്വാമിജിയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നു, സ്വാമിജി എന്റെ കണ്ണിന്റെ 20% കാഴ്ച പോയി സ്വാമിജി, സഹിക്കാൻ പറ്റണില്ല. സ്വാമിജി പറഞ്ഞു, 80 ഉണ്ടല്ലോ, ഉണ്ട്, അത് സംരക്ഷിക്കും. സ്വാമിജിക്ക് തമാശയാന്ന് പറഞ്ഞ അദ്ദേഹം പോയി തന്റെ കൂട്ടുകാരോട് ഇത് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, കണ്ണിന്റെ കണ്ണെന്ന് പറയുന്നത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്, മധുരയിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ മധുരയിൽ ചെന്ന് അവിടെ ചെന്നപ്പോ കോഴിക്കോടുള്ള ഡോക്ടർ എഴുതിയതെല്ലാം മാറ്റി. അവിടെ നിന്ന് പുതിയ മരുന്ന് കിട്ടി. ഈ മരുന്ന് ഒഴിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഈ ആശ്രമത്തിലേക്ക് സ്വാമിയെ കാണാൻ വരുമ്പോൾ ഒരാൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കരഞ്ഞ് സ്വാമിജിയുടെ അടുത്ത് സ്വാമി എന്ന് പറഞ്ഞാൽ സ്വാമിജി 80% കാഴ്ചയുണ്ട്, 20% എന്തൊരു കരച്ചില്ല. സ്വാമിജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ അറിവില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, സാധിച്ചാൽ അവിടെ നിന്ന് കണ്ണിന്റെ അവിടെ നിന്ന് കിട്ടിയ അതില്ലേ, ആ കണ്ണായിരുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ മരുന്നുകൾ നിർത്തും, ആ പഴയ ഡോക്ടർ തന്ന തുള്ളി മരുന്നില്ലേ അത് നിങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞു. ഇദ്ദേഹം അങ്ങനെ പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ ചിരിച്ച് കളിച്ച് ഓടി വന്ന സ്വാമി, ഇപ്പോ ശരിയായിട്ടോ, എനിക്ക് 80% കാഴ്ചയെ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു. നേരത്തെ 20% കാഴ്ച പോയപ്പോൾ ഇയാൾ വല്ലാത്ത ദുഃഖിതനായി. എങ്ങനെയാണ്? ഇടക്കാലത്ത് അദ്ദേഹത്തിന്റെ കാഴ്ച 80% നഷ്ടപ്പെട്ടു. 80% നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അന്ന് ദുഃഖമായിരുന്നു. പക്ഷെ അത് വീണ്ടും തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് സുഖമായി. അപ്പൊ 20%ത്തിലാണ് സുഖവും ദുഃഖവും ഇരിക്കുന്നത്? അല്ല, മനസ്സ് കൽപ്പിച്ചു. ഈ 20% ആദ്യം ഉണ്ടായിരുന്നു ദുഃഖം, ഇപ്പൊ മനസ്സെന്ത് കൽപ്പിച്ചു? ഇപ്പൊ സുഖം. കാരണം എനിക്ക് 80% കാഴ്ച പോയത് ഇപ്പൊ കിട്ടി. നോക്കൂ, ഭഗവാൻ പറയാണ്, ഇതാണ് മനസ്സിന്റെ മായാരചന. ഈ മനസ്സിനെ വേണ്ട വിധത്തിൽ ആരാണോ ഈ ഭിക്ഷു പാടിയിട്ടുള്ള ഈ ഗീതം ശരിയായി കേൾക്കുന്നത്, ആ ഭിക്ഷുവിന്റെ ഗീതത്തെ മനോനിഗ്രഹത്തിന് വേണ്ടി ആരൊക്കെ കേൾക്കുന്നുവോ ആ കേൾക്കുന്നവർക്ക് ഈ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന ഭഗവാൻ ഭിക്ഷുഗീതയ്ക്ക് കൊടുത്ത മനോഹരമായ ഒരു പേരാണ്. ഭഗവാന്റെ പേര് ബ്രഹ്മനിഷ്ഠയാണ്. ഈ ഭിക്ഷുവിന്റെ വാക്കുകൾ നല്ലപോലെ ശ്രദ്ധിച്ച് അതിനെ മനസ്സിൽ ഉറപ്പിച്ച് അത് അറിയാൻ നല്ലപോലെ പരിശ്രമിച്ചാൽ സുഖ ദുഃഖാദി ദ്വന്ദ്ങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഭിക്ഷുഗീതയിലൂടെ. മനസ്സ് ഏതൊന്നിനെ ചുറ്റിപ്പറ്റി നടന്നോ, മനസ്സ് എന്ത് കൽപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ. ഈ അനുഭവങ്ങളാണ് ഭിക്ഷു നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കഥ കേട്ടത് കൊണ്ടോ ഒരു ചരിതം കേട്ടത് കൊണ്ടോ നമുക്ക് ഗുണം ഉണ്ടാവില്ല. ഗുണം ഉണ്ടാവണമെങ്കിൽ ആ കേട്ടതിനെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് നമുക്ക് കേൾക്കാനും അത് ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ ഓർമ്മ വരാനും നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ഇതിനെ ചേർത്ത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനും കൂടി സാധിക്കുമ്പോഴാണ് ഈ ഭിക്ഷുഗീത എന്ന് പറയുന്ന സുഖദുഃഖങ്ങൾ മനസ്സിന്റെ ഈ മായാജാലം എന്നുള്ള ഒരു വിഷയത്തെ നമുക്ക് സ്വീകരിക്കാനും സാധിക്കും. അതിന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിഷയത്തെ ചേർത്ത് വയ്ക്കാനും കൂടുതൽ പഠിക്കാനും സാധിക്കട്ടെ. ഒരു മനോഹരമായ ഒരു വൃന്ദാവനം, ആ വൃന്ദാവനത്തിലെ സുന്ദരമായ ഈ സമയം ഇവിടെ വന്ന് ഇങ്ങനെ ഒരു തത്വപ്രവചനത്തിന് ഭാഗ്യം, ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഭാഗ്യം, ഇടയ്ക്കിടയ്ക്ക് ലഭിക്കുന്ന ആ ചാരിതാർത്ഥ്യവും എല്ലാം കൊണ്ടും എൻ്റെ മുന്നിലിരുന്ന സുമനസ്സുകളുടെ എല്ലാവരുടെയും മുന്നിൽ വണങ്ങി സംപൂജ്യനായ ബഹുമാനന്ദ സ്വാമിജിയുടെ പാദങ്ങളിൽ വന്ദിച്ച് ഈ വാക്കുകളെല്ലാം സാക്ഷാൽ
കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന് പറയുന്ന ആ പരമഗുരുവിൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ച് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നെക്കൊണ്ട് ജ്ഞാനാനുഭൂതിയ മാസമാണ് സ്വാമി വിവേകാനന്ദ സരസ്വതി മഹാരാജാണ് സ്വാമിജിയെ ഒന്നാമതോടും സമ്മാനം വിതരണം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. നന്ദി കുമാരി കാവ്യ സ്വാമിജിക്ക്. അല്ല ഞങ്ങൾ പറയില്ല. വീഡിയോ ആണോ ഫോട്ടോ ആണോ? അതെങ്ങോട്ട് നോക്കാം. സെൽഫി ഒന്നും അല്ല, വീഡിയോ അതാണ് കഥ കുറേ കണ്ടു. ആരും കിട്ടിയത് പെട്ടെന്ന് വീഡിയോ അപ്പം ഞങ്ങളിവിടെ നൈമിഷാരണ്യത്തു നിന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ ഞങ്ങളൊക്കെ കണ്ടു, സ്വാമിജിയായിട്ടൊക്കെ സംസാരിച്ചു. പാർലിക്കാട് നൈമിഷാരണ്യത്തു നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ബൈ.